Dear students, today we can study about seasons and time. You have learned that there is periodic variation in the amount of sunshine over different places in both the hemisphere of the earth. Why does this happen? നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും വ്യത്യസ്ത കാലങ്ങളിൽ ഊർജ ലഭ്യത, സൗരോർജ ലഭ്യത വളരെ വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? The Earth's revolution and tilt of the axis are the reasons for this variation. ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും സൗരോർജ ലഭ്യതയിലുള്ള വ്യത്യാസത്തിന് പ്രധാനമായും കാരണമായി പറയാറുള്ളത് ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവും അതേപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണെന്നാണ്. മൂവ്മെന്റ്സ്. There are two types of movements in Earth. The first one is rotation. The second one, revolution. ഭൂമിക്ക് രണ്ട് തരം ചലനങ്ങളുണ്ട്. ഒന്ന് ഭ്രമണം, മറ്റൊന്ന് പരിക്രമണം. What is rotation? ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? The Earth rotates around its axis. The Earth completes one rotation in 24 hours. That is 23 hours, 56 minutes, 4.09 seconds. If we look down upon Earth from outside, the Earth is found to rotate in anti-clockwise direction. That is from west to east. ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണം. കൃത്യമായി പറയുകയാണെങ്കിൽ 23 മണിക്കൂറും 56 മിനിറ്റും 4.09 സെക്കൻഡുമാണ് ഇതിനാവശ്യം. നമ്മൾ ഈ ഭൂമിയുടെ പുറത്തു നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഈ ഭ്രമണം ആന്റി ക്ലോക്ക് വൈസ്, ഘടികാര ദിശക്ക് എതിരായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാല് ഭൂമിയുടെ റൊട്ടേഷൻ പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്കായിട്ടാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഗ്ലോബിന്റെ ചിത്രം കാണാം. ആ ചിത്രത്തിൽ കൃത്യമായിട്ട് ഭ്രമണത്തിന്റെ ദിശ ചിത്രീകരിച്ചിട്ടുണ്ട്. What is revolution? The second movement of the earth. The earth revolves around the sun in an elliptical orbit. This motion is called revolution. To complete one revolution, earth takes 365 days, 5 hours, 48 minutes and 45 seconds. That is 365.25 days. എന്താണ് ഭൂമിയുടെ പരിക്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂമി ദീർഘവൃത്താകൃതിയിലുള്ള ഒരു പഥത്തിലൂടെ സൂര്യനെ വലം വെക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഏകദേശം 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും ആവശ്യമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ 365 ദിവസമാണ് സൂര്യന്റെ ചുറ്റും ഭൂമി പരിക്രമണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇഫക്റ്റ് ഓഫ് ദി റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഈ പരിക്രമണത്തിന്റെ റിസൾട്ട് എന്താണ്? ചേഞ്ച് ഓഫ് സീസൺസ്, length of the days and night, shifting of the wind belt, determination of latitudes. These are the effects of the revolution of the earth. നമുക്ക് വീണ്ടും ഭൂമിയുടെ പരിക്രമണത്തെ കുറിച്ച് തന്നെ പറയാം. Earth takes 365 days, 5 hours, 48 minutes, 45 seconds to complete one revolution. ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെ സൂര്യനെ ഒരു പ്രാവശ്യം വലം വെക്കാൻ ഭൂമിക്ക് 365 ദിവസവും
5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും ആവശ്യമാണെന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ 365 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പദമാണ് അതിവർഷം അഥവാ ലീപ് ഇയർ. വാട്ട് ഈസ് ലീപ് ഇയർ? You have already learned that. Leap year means the earth takes 365 days and 6 hours to complete the one revolution. ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഭൂമി 365 ദിവസവും 6 മണിക്കൂറും എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. 365 days are included in a normal year, and by adding rest 6 hours together, one additional day is included in the 4th year, which is in February. That is February 29. എന്താ നമ്മൾ പറഞ്ഞത്? സാധാരണയായി 365 ദിവസമാണ് ഒരു വർഷമായി കണക്കാക്കുന്നത്. എന്നാൽ അവശേഷിക്കുന്ന 6 മണിക്കൂറുകൾ 3 വർഷങ്ങൾ കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ 6 മണിക്കൂറുകൾ 4ാമത്തെ വർഷത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് 24 മണിക്കൂർ ഒരു ദിവസമായി മാറും. അങ്ങനെ 4ാമത് വരുന്ന വർഷത്തിൽ 365 ദിവസത്തിന് പകരം 366 ദിവസമാവുകയും അധികമായി വരുന്ന ആ ഒരു ദിവസം ആ വർഷത്തിലെ ഫെബ്രുവരി മാസത്തോട് കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഫെബ്രുവരി മാസം ഫെബ്രുവരി 29 മാറും. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെയാണ് നമ്മൾ ലീപ് ഇയർ അഥവാ അതിവർഷം എന്ന് വിളിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള ആ പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കാം. 2016 ലീപ് ഇയർ ആയിരുന്നു. സ്വാഭാവികമായും 2020 ലീപ് ഇയർ ആയിരുന്നു. 2017 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കി. അവിടെ 6 ദിവസം ബാലൻസ് വന്നു. 2018 19 ഇതേ പ്രക്രിയ തുടർന്നു. സ്വാഭാവികമായും 18 മണിക്കൂർ അങ്ങനെ ബാലൻസ് കിടക്കുന്നു. 2020 വർഷത്തിനോടൊപ്പം 6 മണിക്കൂർ കൂടി കൂട്ടിച്ചേർത്ത് 24 മണിക്കൂർ 2020 വർഷത്തോടൊപ്പം കൂട്ടിച്ചേർത്തപ്പോൾ ഫെബ്രുവരി 2020 ഫെബ്രുവരിയിൽ 29 ദിവസമുള്ള വർഷമായിട്ട് 2020 മാറി. നിങ്ങളുടെ കലണ്ടർ 2020 കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2020 ഫെബ്രുവരി 29 കാണാം. ഇതാണ് ലീപ് ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ Earth's revolution and the tilt of the axis causes variation in the amount of sunshine. ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഈ പരിക്രമണവും ടിൽറ്റ് ഓഫ് ദി ആക്സിസ് അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഭൂമിയിൽ സൗരോർജത്തിൽ വേരിയേഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണെന്ന് നമ്മൾ പറഞ്ഞു. വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് സൺഷൈൻ ആർ ദി ബേസിസ് ഓഫ് സീസൺസ്. നെക്സ്റ്റ് ഒരു പ്രധാന പോയിന്റിലേക്ക് വരികയാണ്. വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് സൺഷൈൻ ആർ ദ ബേസിസ് ഓഫ് സീസൺ. ഋതുക്കളുടെ പ്രധാന കാരണം സൂര്യരശ്മിയുടെ വൈവിധ്യമുള്ള അല്ലെങ്കിൽ സൂര്യരശ്മിയുടെ അളവിലുള്ള വ്യത്യാസമാണ് പ്രധാന കാരണമായിട്ട് പറയുന്നത്. ദി ആക്സിസ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അച്ചുതണ്ട് എന്ന് പറഞ്ഞു വെച്ചിരുന്നു. എന്താണ് അച്ചുതണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദി ആക്സിസ് ഈസ് ആൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് എർത്ത്. ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാങ്കല്പികമായ ലൈൻ. ഇറ്റ്സ് ടു എൻഡ് സർഫേസ് ആർ കാൾഡ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ആ സാങ്കല്പിക രേഖയുടെ 2 അറ്റങ്ങളെ നമ്മൾ ഉത്തര ധ്രുവമെന്നും ദക്ഷിണ ധ്രുവമെന്നും അഥവാ നോർത്ത് പോൾ എന്നും സൗത്ത് പോൾ എന്നും വിളിക്കുന്നു. You have learned in the previous classes that the axis of Earth is tilted at an angle of 66.5 degrees from the orbital plane. If measured from the vertical plane, this would be 23.5 degrees. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ അച്ചുതണ്ട് എന്ന് പറയുന്നത് അതിന്റെ പരിക്രമണ തലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 66 ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതിന്റെ ലംബ ദിശയിൽ വെർട്ടിക്കലായിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. The earth maintained this tilt throughout its revolution.
പ്രധാനപ്പെട്ട ഒരു വസ്തുത ഭൂമി അതിന്റെ പരിക്രമണത്തിലുടനീളം ഈ ചരിവ് പാലിക്കുന്നു എന്നതാണ്. കൃത്യമായിട്ട് ഈ ചരിവ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സൂര്യന് ചുറ്റുമുള്ള ദീർഘവൃത്താകൃതിയുള്ള പഥത്തിലൂടെ ഭൂമി സഞ്ചരിക്കുന്നത്. അതിന്റെ റിസൾട്ട്, അതിന്റെ ആ സവിശേഷതയെ നമുക്ക് പാരലിസം ഓഫ് എർത്ത് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ സമാന്തരിത എന്ന് പറയാം. ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഋതുക്കളിലെ വ്യത്യാസങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം ഈ ടിൽറ്റ് ഓഫ് ദി ആക്സിസും, ഈ ടിൽറ്റ് ഓഫ് ദി ആക്സിസ് എന്ന് പറയുന്ന അത് ഇതിന്റെ പരിക്രമണ വേളയിൽ ഉടനീളം അത് പാലിക്കുന്നു എന്നതുമാണ്. അപ്പോ അച്ചുതണ്ടിന്റെ സമാന്തരിതത അഥവാ പാരലിസം ഓഫ് ദി എർത്ത് ആക്സിസ് എന്നത് ഈ ഋതു വ്യത്യാസങ്ങൾ അനുഭവപ്പെടാനുള്ള ഒരു കാരണമായി കണക്കാക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിന്റെ ചിത്രം കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പാരലിസം ഓഫ് ആക്സിസ് ആ ഓർബിറ്റൽ പ്ലെയിനിൽ വെച്ചിട്ട് 66 ഡിഗ്രി ചെരിവ് ആംഗിളിലും, അതേസമയത്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ വെച്ച് നോക്കുമ്പോൾ 23 ഡിഗ്രി ആംഗിളിലുമാണ് അച്ചുതണ്ട് നിലനിൽക്കുന്നത് മനസ്സിലാക്കി വെക്കാം. The earth has an inclination and it maintains the tilt throughout its revolution. എർത്തിന് ഒരു ഒരു ചെരിവുണ്ട്. ആ ചെരിവ് അച്ചുതണ്ടിന്റെ ചെരിവാണ്. ഒപ്പം തന്നെ അത് ഈ പരിക്രമണ വേളയിൽ ഉടനീളം പാലിക്കുന്നു ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കും. Then when does sun far away from earth? മറ്റൊരു ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഈ ഋതുവ്യത്യാസങ്ങളെ, സീസണൽ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് വേണ്ട അടിസ്ഥാന ആശയങ്ങൾ, കൺസെപ്റ്റുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് റെവല്യൂഷൻ എന്താന്ന് പറഞ്ഞു, ടിൽറ്റ് ഓഫ് ദി ആക്സിസ് അഥവാ പാരലിസം ഓഫ് ആക്സിസ് എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഈ ഭൂമി സൂര്യനിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ അകന്നു നിൽക്കുന്നു, ചില ഘട്ടങ്ങളിൽ അടുത്തു നിൽക്കുന്നുമാണ്. When does the sun far away from the earth? ഇതൊരു അഡീഷണൽ ആയിട്ടുള്ള അറിവാണ്, വിവരണമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായി തന്നിട്ടുണ്ട്. The distance between the earth and the sun will vary continuously throughout the period of the revolution. Seasons and apparent movement of the sun. Please see the images demonstrated in our screen. Observe the parallelism of earth axis from the diagram. Since the parallelism is maintained same throughout the revolution, the position of sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. This is known as apparent movement of the sun. എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്നോട് ഉദ്ദേശിക്കുന്നത്? തന്നിരിക്കുന്ന ചിത്രം പരിശോധിച്ച് നോക്കുക. നമ്മുടെ സ്ക്രീനിൽ നൽകിയിട്ടുള്ള ചിത്രത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പാരലിസം ഓഫ് ദി എർത്ത്, അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയുന്ന ആ പ്രത്യേകത പ്രദക്ഷിണത്തിൽ, ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഈ ദീർഘവൃത്താകൃതിയിലുള്ള പ്രദക്ഷിണത്തിൽ ഉടനീളം പാലിക്കുന്നതിനാൽ ഈ സൂര്യന്റെ ചലനം, സൂര്യനല്ല ചലിക്കുന്നത്, ഭൂമിയാണ്. എങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നത് സൂര്യന്റെ ചലനമായിട്ടാണ്. സൂര്യന്റെ ചലനം അല്ലെങ്കിൽ സൂര്യരശ്മിയുടെ ലഭ്യത പ്രധാനമായും ഉത്തരായന രേഖയ്ക്കും, ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ 23 ഡിഗ്രി നോർത്തിനും ദക്ഷിണായന രേഖയ്ക്കും 23 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ട് നമുക്ക് അനുഭവപ്പെടും. സൂര്യന്റെ ഈ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ഈ സഞ്ചാരത്തെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അഥവാ സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഡ്യൂ ടു ദി ഇൻക്ലിനേഷൻ ഓഫ് ആക്സിസ് ഇസ് ദ റീസൺ ഫോർ ദി ഒക്കുറൻസ് ഓഫ് സീസൺ. ഭൂമിയിൽ ഋതുവ്യത്യാസങ്ങൾ അനുഭവപ്പെടാനുള്ള പ്രധാന കാരണം സൂര്യന്റെ ഈ അയനമാണ്. Please see the picture in our screen. 4 different positions of the earth during a single revolution around the sun are depicted in it. ഒരു പ്രദക്ഷിണ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെ 4 ഘട്ടങ്ങളാണ് ഈ സ്ക്രീനിലെ ചിത്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്.
around the sun are depicted in it. There is variation in the sunlight that falls on the earth due to the apparent movement of the sun. സൂര്യന്റെ അയനം കാരണം ഈ 4 ഘട്ടങ്ങളിലും സൗരോർജം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലാണ് ലഭിക്കുന്നതെന്ന് ആ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാം. The sun's rays fall vertically over one hemisphere during one half of the year and on the other hemisphere during the other half. ഒരു വർഷത്തിൽ പകുതി കാലം ഒരു അർദ്ധഗോളത്തിലാണ് സൂര്യരശ്മി ലംബമായി പതിക്കുന്നതെങ്കിൽ ആ വർഷത്തിന്റെ മറുപാതിയിൽ ആണ് മറ്റൊരു അർദ്ധവൃത്തത്തിലാണ് സൂര്യരശ്മി ലംബമായി പതിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 6 മാസം ഒരു അർദ്ധഗോളത്തിൽ സൂര്യരശ്മി ലംബമായി പതിക്കുമ്പോൾ അടുത്ത 6 മാസം മറ്റൊരു അർദ്ധഗോളത്തിലാണ് സൂര്യരശ്മി ലംബമായി പതിക്കുന്നത്. ഇത് ഈ അയനം കാരണമാണ്, സൂര്യന്റെ ഈ അയനം കാരണമാണ്, അഥവാ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺന്റെ ഫലമായിട്ടാണ് 2 ഹെമിസ്ഫിയറിലും വ്യത്യസ്തമായി സൂര്യരശ്മി ലംബമായി പതിക്കുന്നതെന്ന് മനസ്സിലാക്കുക. Seasons and apparent movement of the sun. As a result of the apparent movement of sun between Tropic of Cancer and Tropic of Capricorn, the different seasons, that is spring, summer, autumn and winter, get repeated in a cyclic manner. Please listen once more. As a result of the apparent movement of the sun, സൂര്യന്റെ ഈ അയനം കാരണം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണം, ഏതിനിടയിലൂടെ? ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ള സൂര്യന്റെ ഈ അയന മാറ്റം കാരണമാണ് ഭൂമിയിൽ വ്യത്യസ്തമായ ഋതുക്കൾ, സീസണുകൾ അനുഭവപ്പെടുന്നത്. പ്രധാനമായും നമുക്ക് അനുഭവപ്പെടുന്ന സീസണുകൾ, കൃത്യമായി നമുക്ക് അനുഭവപ്പെടുന്നത് 4 സീസണുകളാണ്. സ്പ്രിംഗ്, വസന്തം, സമ്മർ, വേനൽക്കാലം, ദെൻ ഓട്ടം, ഹേമന്തകാലം ആൻഡ് വിന്റർ, ശൈത്യകാലം. ഗെറ്റ് റിപ്പീറ്റഡ് ഇൻ എ സൈക്ലിക് മാനർ. ഇത് ഒരു ചാക്രികമായിട്ടാണ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിന്റർ നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആണ് എന്ന് മനസ്സിലാക്കാം. സീസണൽ ചേഞ്ചസ് ആർ നോട്ട് യൂഷ്വലി വെരി ഒബ്വിയസ് ഇൻ ദി ട്രോപ്പിക്കൽ റീജിയൻ. സീസണൽ ചേഞ്ചസുകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണാനാകില്ല. ബിക്കോസ് ഓഫ് ദി ഇൻസിഡൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സൺ റേസ് ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും സൂര്യപ്രകാശം വളരെ കൂടുതൽ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ ഋതുവ്യത്യാസങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവപ്പെടുന്നില്ല. സീസൺസ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട്ലി ഫെൽറ്റ് ഇൻ കേരള. വൈ? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ 4 സീസണുകളും കേരളത്തിൽ കൃത്യമായിട്ട് അനുഭവപ്പെടാതിരിക്കാൻ കാരണം? നമുക്കറിയാം, കേരളം ഏതിലാണ്? ട്രോപ്പിക്കൽ റീജിയനിലാണ്, ഉഷ്ണമേഖലാ പ്രദേശത്താണ് കേരളം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉഷ്ണമേഖലാ പ്രദേശത്ത് വർഷം മുഴുവനും സൂര്യരശ്മി വളരെ കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് നമ്മുടെ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ 4 ഋതുവ്യത്യാസങ്ങളെയും കൃത്യമായിട്ട് നമുക്ക് വേരി ചെയ്യാൻ അല്ലെങ്കിൽ വ്യത്യസ്തപ്പെടുത്തി അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെന്റ് സീസൺസ് ആർ ക്ലിയർലി ഫെൽറ്റ് ഇൻ ദി മിഡ് ലാറ്റിറ്റ്യൂഡൽ ഓർ ടെമ്പറേറ്റ് സോൺ. കൃത്യമായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഋതുവ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങളല്ല, ഋതുവ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ്, മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ഓർ ടെമ്പറേച്ചർ സോണിലാണെന്ന് മനസ്സിലാക്കുക. ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ as well as in the southern hemisphere when the sun is vertically over the equator. സൂര്യരശ്മി ഭൂമധ്യരേഖയ്ക്ക് ഇക്വേറ്ററിന് നേർ മുകളിലായിരിക്കുമ്പോൾ, ലംബമായി ലഭിക്കുമ്പോൾ, ആ സമയത്ത് 2 അർദ്ധഗോളങ്ങളിലും പ്രകാശം അഥവാ ഊർജം തുല്യമായിട്ടാണ് ലഭിക്കുന്നത്. ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ, the apparent position of sun during the Earth's revolution will be over the equator on March 21st and September 23rd. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ സൂര്യരശ്മി ഭൂമധ്യരേഖയ്ക്ക് ഇക്വേറ്ററിന് നേർ മുകളിൽ അഥവാ ലംബമായിട്ട് പതിക്കുന്നു.
ഇത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണിന്റെ കാരണമാണ്, സൂര്യന്റെ അയനാന്തത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും തുല്യ രാത്രിയും തുല്യ പകലുമായിരിക്കും. അതുകൊണ്ട് തന്നെ hence the length of the day and night will be equal during these days on both the hemisphere. These days are called equinoxes. എന്താ നമ്മൾ പറയുന്നത്? ഈ മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിൽ സൂര്യരശ്മി ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്ന 2 ദിനങ്ങളാണ്. ഈ 2 ദിനങ്ങളിൽ ഭൂമിയിൽ എല്ലായിടത്തും തുല്യമായ രാത്രിയും പകലുമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുല്യമായ രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഈ 2 ദിനങ്ങൾ സമരാത്ര ദിനങ്ങൾ, വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സമരാത്ര ദിനങ്ങൾ, വിഷുവം അഥവാ ഇക്വിനോക്സസ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം രാത്രിയും പകലിന്റെയും ദൈർഘ്യം മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമിയിൽ എല്ലായിടത്തും തുല്യമായിരിക്കുമെന്ന് അറിയുക. Please see the picture of equinoxes in the screen. Then, what are the features of equinoxes? Sun over equator on March 21 and September 23. The first point. Equal sunlight in both hemispheres. Second point. The third point, equal day and night. Equal day and night. From 21st March onwards, the sun apparently shifts from the equator northwards and reaches vertically over Tropic of Cancer on 21st June. മാർച്ച് 21 മുതൽ സൂര്യൻ ഉത്തരഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുകയും അത് ജൂൺ 21 ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ലംബ ദിശയിൽ സൂര്യരശ്മി ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ദിസ് ഡേ ഇസ് നോൺ ആസ് സമ്മർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ സമ്മർ സോൾസ്റ്റൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സമ്മർ സോൾസ്റ്റൈസ് മീൻസ് ഗ്രീഷ്മ അയനാന്ത ദിനം. ഈ ദിനത്തിന്റെ പ്രത്യേകത എന്താണ്? ഓൺ ദിസ് ഡേ the northern hemisphere experience its longest day and shortest night. ജൂൺ 21 എന്ന് പറയുന്ന ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമാണ്. അപ്പോ മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്നത്, സൂര്യരശ്മി ലംബമായി പതിക്കുന്നത്. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ സൂര്യൻ വടക്കോട്ടേക്ക് സഞ്ചരിച്ച് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നു. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്ന ആ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഈ ദിനം സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. ഇതാണ് ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോൾസ്റ്റൈസ്. നോക്കൂ, ചിത്രത്തിലേക്ക്, സ്ക്രീനിലേക്ക് നോക്കുക. സമ്മർ സോൾസ്റ്റൈസ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? സൺ ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ ജൂൺ 21. സൂര്യൻ ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാണ്. ലോങ്സ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയർ അന്ന് ഏറ്റവും ദൈർഘ്യമേറിയ പകലാണ്. ലോങ്സ്റ്റ് നൈറ്റ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. അതേസമയം ഇങ്ങ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും നീളം കൂടിയ രാത്രി അനുഭവപ്പെടുന്നതും ഈ ജൂൺ 21 സമ്മർ സോൾസ്റ്റൈസിലാണ് അഥവാ ഗ്രീഷ്മ അയനാന്തത്തിലാണ് എന്നറിയുക. Then the northern hemisphere generally experience spring season between 21st March and 21 June. ഈ കാലത്ത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ സ്പ്രിംഗ് സീസൺ അനുഭവപ്പെടുന്നു, വസന്തകാലം അനുഭവപ്പെടുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. വിന്റർ സീസണിൽ നിന്നും സമ്മർ സീസണിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിട്ടാണ് സ്പ്രിംഗ് സീസണിനെ അഥവാ വസന്തകാലത്തെ കണക്കാക്കുന്നത്. Haven't you noticed the plants sprouting
mango trees blooming, the jackfruit trees bearing buds and like. വസന്തകാലത്തിന്റെ സവിശേഷതകളായി നമുക്കറിയാം, ചെടികൾ തളിർക്കുന്നു, പുഷ്പിക്കുന്നു, നമ്മുടെ മാവുകൾ പൂക്കുന്നു, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീയില് ചക്കകളൊക്കെ ഉണ്ടാവാൻ, പ്ലാവിൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങുന്നു. ഇതെല്ലാം ഈ വസന്തകാലത്തിന്റെ ലക്ഷണമായി നമ്മൾ കാണിക്കാറുണ്ട്, പറയാറുണ്ട്. These are the peculiarities of spring season. Please see the screen. What are the specialties of spring season? First one, it is a transition period from winter to summer. March, April, summer months in northern hemisphere. The southward apparent movement of the sun begins from 21st June and again reaches vertically above the equator on 23rd September. അങ്ങനെ ജൂൺ 21-ൽ നിന്ന്, ജൂൺ 21-ന് ഉത്തരായന രേഖയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് സൂര്യരശ്മി ലംബമായി പതിക്കുന്നത്. ജൂൺ 21-ന് ശേഷം തെക്കോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുകയായി. വീണ്ടും സെപ്റ്റംബർ 23-ന് ഭൂമധ്യരേഖയിൽ സൂര്യരശ്മി ലംബമായി പതിക്കുന്നു. സമ്മർ സീസൺ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ സമ്മർ സീസൺ, ഗ്രീഷ്മകാലം അഥവാ വേനൽക്കാലം അനുഭവപ്പെടുന്നു. ഒന്നും കൂടി പറയാം, ജൂൺ 21-ന് ശേഷം സൂര്യൻ തെക്കോട്ടേക്കുള്ള സൗത്ത് വാർഡിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അത് സെപ്റ്റംബർ 23-ന് ഭൂമധ്യരേഖക്ക് നേർ മുകളിൽ എത്തുന്നതോടെ ഈ കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമായി കണക്കാക്കുന്നു. Then the sun continues its southward apparent shift from the equator from 23rd September and reaches vertically above Tropic of Capricorn on 22nd December. സെപ്റ്റംബർ 23-ന് ശേഷം സൂര്യൻ വീണ്ടും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് തെക്കോട്ടേക്കുള്ള സഞ്ചാരം തുടങ്ങുന്നു. അത് ഡിസംബർ 22-ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ എത്തുന്നത് വരെ ഈ യാത്ര തുടരും. ദിസ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ശ്രദ്ധിക്കണേ, ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഇത് ശൈത്യ അയനാന്തമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ കാര്യമല്ല പറയുന്നത്, ഉത്തരാർദ്ധഗോളത്തിൽ ഈ പീരീഡ്, ഏത് പീരീഡ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള സൂര്യന്റെ ദക്ഷിണ ഭാഗത്തേക്കുള്ള യാത്രയുടെ ഈ കാലഘട്ടത്തിൽ അങ്ങ് ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ശൈത്യ അയനാന്തം അഥവാ വിന്റർ സോൾസ്റ്റൈസ് അനുഭവപ്പെടുന്നു. It is what is the specialties of the winter solstice? The first one, on this day, northern hemisphere experience its shortest day and longest night. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലും ദൈർഘ്യം കൂടിയ രാത്രിയും അനുഭവപ്പെടും. അപ്പൊ വിന്റർ സോൾസ്റ്റൈസിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ദൈർഘ്യം കുറഞ്ഞ ഷോർട്ടസ്റ്റ് ഡേ ടൈമും ലോങ്സ്റ്റ് നൈറ്റുമാണ് അനുഭവപ്പെടുന്നത്. അതേസമയത്ത് ഇവിടെ ദക്ഷിണാർദ്ധഗോളത്തിൽ അത് സമ്മർ സോൾസ്റ്റൈസ് ആണ്. അവിടെ ലോങ് ഡേ ടൈമും ഷോർട്ടസ്റ്റ് നൈറ്റുമാണ് അനുഭവപ്പെടുക എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്ട് ആർ ദി സ്പെഷ്യാലിറ്റീസ് ഓഫ് വിന്റർ സോൾസ്റ്റൈസ്? പ്ലീസ് സീ ദി ഇമേജസ് ഓൺ ദ സ്ക്രീൻ. സൺ ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഓൺ ഡിസംബർ 22nd. ലോങ്സ്റ്റ് നൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ലോങ്സ്റ്റ് ഡേ ഇൻ സദേൺ ഹെമിസ്ഫിയർ. These are the specialities of winter solstice. It is autumn. This season, please listen. It is autumn season in the northern hemisphere from 23rd September to 22nd December. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഹേമന്തകാലമായിരിക്കും അഥവാ ഓട്ടം സീസൺ ആയിരിക്കും. ഓട്ടം മാർക്സ് ദ ട്രാൻസിഷൻ ഫ്രം സിവിരിറ്റി ഓഫ് സമ്മർ ടുവാർഡ്സ് വിന്റർ. ഓട്ടം എന്ന് പറയുന്നത്, ഹേമന്തം എന്ന് പറയുന്നത് എന്താണ് നോക്കൂ. ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ ഫ്രം ദി സിവിരിറ്റി ഓഫ് സമ്മർ ടുവാർഡ്സ് വിന്റർ. വേനലിന്റെ കാഠിന്യത്തിൽ നിന്നും
ശൈത്യത്തിന്റെ തണുപ്പിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തകാലം അഥവാ ഓട്ടം സീസൺ. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് the atmospheric temperature decreases considerably. ഓട്ടം സീസൺ ആകുന്നതോടുകൂടി അന്തരീക്ഷത്തിലെ ചൂട് താപം വളരെ വേഗത്തിൽ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടുന്നു. There is shortening of day and lengthening of night. പകലിന്റെ ദൈർഘ്യം കുറയുകയും രാത്രിയുടെ ദൈർഘ്യം കൂടി വരുന്നതായിട്ട് ഉത്തരാർദ്ധഗോളത്തിലുള്ളവർക്ക് അനുഭവപ്പെടുന്നു. This is the season during which the trees generally shed their leaves. മരങ്ങൾ അവയുടെ ഇലകൾ പൊഴിച്ച് വരാനുള്ള ശൈത്യത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും ഈ കാലമാണെന്ന് മനസ്സിലാക്കി വെക്കുക. What are the specialities of autumn? First one, it is a transition period from summer towards winter. Atmospheric temperature decreases. Short day and lengthy night. Trees shed their leaves. These are the features or specialties of autumn season. Please see the table demonstrated in our screen. What is the content of the table? Months, movement of the sun and the season in northern hemisphere and the southern hemisphere. Please listen. March 21st and June 21. Movement of sun, equator to Tropic of Cancer. Spring season in northern hemisphere and autumn season in southern hemisphere. June 21st to September 23, sun move from Tropic of Cancer to equator. Summer season is in northern hemisphere. At the same time, winter season in southern hemisphere. From September 23rd to December 22nd, sun move from equator to Tropic of Capricorn. Autumn seasons in northern hemisphere, spring season in southern hemisphere. December 22 to March 21, sun moves from Tropic of Capricorn to equator. Winter season in northern hemisphere and summer season in southern hemisphere. The northward apparent shifts of sun begins by 22nd December and again reaches vertically above the equator on March 21st. The northward apparent shift of the sun begins December 22nd. ഡിസംബർ 22 മുതൽ സൂര്യന്റെ ഉത്തരാഭാഗത്തേക്കുള്ള വടക്ക് ഭാഗത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. Again reaches vertically above equator on March 21st. മാർച്ച് 21 ആകുമ്പോഴേക്കും വീണ്ടും അത് ഭൂമധ്യരേഖയിലെത്തുന്നു. This period marks the winter season in the northern hemisphere. ഉത്തരാർദ്ധഗോളത്തിൽ ഈ കാലം ശൈത്യകാലമായിട്ട് അറിയപ്പെടുന്നു. അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഏത് കാലമാണ് നിങ്ങൾക്കറിയാം. ഏത് കാലമാണ് അത്? സമ്മർ സീസൺ ആയിരിക്കും. കാരണം ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം വിന്റർ സീസൺ ആണെങ്കിൽ അതേസമയം അത് ദക്ഷിണാർദ്ധഗോളത്തിൽ സമ്മർ സീസൺ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. You might have understood the apparent movement of the sun and the resultant seasons in both hemispheres. നമ്മൾ സൂര്യന്റെ ഉത്തരായനത്തെ കുറിച്ചും ദക്ഷിണായനത്തെ കുറിച്ചുമാണ് ഇനി സംസാരിക്കുന്നത്. സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് കാരണം അഥവാ സൂര്യന്റെ അയനം കാരണം ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ ഉണ്ടായ സീസണൽ ചേഞ്ചസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റിസ്, the sun sets its northward apparent movement from Tropic of Capricorn and it culminates on Tropic of Cancer on 21st June. വിന്റർ സോൾസ്റ്റിസിന് തുടർന്ന് സൂര്യൻ അതിന്റെ നോർത്ത് അപ്പാരന്റ് മൂവ്മെന്റിലേക്ക് പ്രവേശിക്കും. അത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള യാത്രയാണ്. എന്ന് പറഞ്ഞാൽ ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയുള്ള കാലം സൂര്യന്റെ യാത്ര വടക്ക് ഭാഗത്തേക്കാണ്, നോർത്തേൺ വിങ്ങിലേക്കാണ്. This northward apparent movement of sun from Tropic of Capricorn to Tropic of Cancer is termed as ഉത്തരായനം. ശ്രദ്ധിച്ചു കേൾക്കുക. സൂര്യന്റെ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള
വടക്കു ഭാഗത്തേക്കുള്ള സഞ്ചാരത്തെയാണ് ഉത്തരായനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഗ്രാജ്വലി ഇൻക്രീസസ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ദ ഡ്യൂറേഷൻ ഓഫ് ഡേ, പകൽ സമയത്തിന്റെ ദൈർഘ്യം ഈ ഉത്തരായന കാലത്ത് കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഡിസംബർ 22 ശേഷം ജൂൺ 21 വരെയുള്ള സമയം ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടേയിരിക്കും. ഫോളോയിങ് ദ സമ്മർ സോൾസ്റ്റൈസ്, the sun sets its southward apparent movement from Tropic of Cancer and it culminates on Tropic of Capricorn on 22nd December. Following the summer solstice, സമ്മർ സോൾസ്റ്റേസിന് ശേഷം, ഗ്രീഷ്മ അയനാന്തം എന്ന് പറയുന്നതിന് ശേഷം സൂര്യൻ ദക്ഷിണ ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ ആ സഞ്ചാരത്തെയാണ് ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. ദി സൗത്ത്വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈസ് ടേംഡ് ആസ് ദക്ഷിണായനം. സൂര്യന്റെ ഈ അയനത്തെയാണ് എവിടെ നിന്ന്, ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള തെക്കോട്ടേക്കുള്ള ഈ യാത്രയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. During the period from March to September, as the sun is in northern hemisphere, the north polar region experience continuous daylight for 6 months. ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക. During the period from March to September, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, then ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഈ കാലത്ത് ഉത്തര ധ്രുവത്തിൽ, നോർത്ത് പോളിലുള്ള പ്രദേശങ്ങളിൽ 6 മാസക്കാലം പകൽ അനുഭവപ്പെടുന്നു. അതേസമയം ഡ്യൂറിംഗ് ദ റിമൈനിങ് പീരിയഡ്, ദാറ്റ് ഈസ് ഫ്രം സെപ്റ്റംബർ ടു മാർച്ച്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, this 6 months, sun is in the southern hemisphere, north polar regions experience continuous night for 6 months. പിന്നീടുള്ള സെപ്റ്റംബർ മുതൽ അടുത്ത മാർച്ച് വരെയുള്ള കാലഘട്ടം സൂര്യൻ ദക്ഷിണ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ഉത്തര ധ്രുവത്തിലെ നോർത്ത് പോളിൽ 6 മാസം രാത്രിയായിരിക്കും എന്നതുകൂടി അറിയുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഋതുവ്യത്യാസങ്ങളെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടല്ലോ. സൂര്യന്റെ അയനവും അച്ചുതണ്ടിന്റെ ചരിവിന്റെ ഫലമായിട്ടുള്ള സൂര്യന്റെ അയനവും ഈ പ്രദക്ഷിണവും, ദീർഘവൃത്താകൃതിയുള്ള പഥത്തിലൂടെ സൂര്യനെ ഭൂമി പ്രദക്ഷിണം ചെയ്യുന്നതും ഋതുവ്യത്യാസങ്ങൾക്കുള്ള കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. ആ വർക്ക്ഷീറ്റുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് എല്ലാ സംശയങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് എന്നെ അറിയിക്കുക. നന്ദി.